കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രീയ നയത്തിൽ ശക്തമായൊരു വ്യതിയാനം സംഭവിക്കുന്നു. അത് ഈ രാജ്യത്തെ പിന്നാക്ക ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഈ ആശയം പറയുന്നത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ സംഘടനാ മിഷണറിയെ കൂടി ശക്തമാക്കണം. ആ സംഘടനാ മിഷണറിയെ ശക്തമാക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് എന്താണെന്ന് അറിയാമോ? KPCCകളിലേക്കല്ല, PCCകളിലേക്കല്ല നോട്ടം വെച്ചത്. സാധാരണ ഹൈക്കമാൻഡ് പരിപാടി എന്താ? പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുക, അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കുക. അവിടെയൊക്കെയാണ് ഹൈക്കമാൻഡ് അഭിപ്രായം പറയുന്നത്. അവരുടെ ഒരു ലക്ഷ്യം അതുമാത്രമാണ്. അത് മാറ്റി വെച്ചുകൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത്? ജില്ലകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക DCC പ്രസിഡന്റുമാരെ. അവരെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പം ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കേരളം ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ കൃത്യമായ പങ്കുവയ്ക്കലാണല്ലോ. A ഗ്രൂപ്പ് പങ്കുവയ്ക്കും, I ഗ്രൂപ്പ് പങ്കുവയ്ക്കും, തിരുത്തൽവാദികളുണ്ടായിരുന്നപ്പോൾ അവർ പങ്കുവയ്ക്കും. അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾക്ക് അവരുടെ താല്പര്യക്കാർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാരെ ഓരോ പദവികളിൽ ഇരുത്താൻ ഇനി കഴിയില്ല എന്നാണ് ഖർഗെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരെടുത്തിരിക്കുന്ന നിലപാട് ഡിസ്ട്രിക്ട് കമ്മിറ്റികളെ ശക്തമാക്കുക എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റികളെ ശക്തമാക്കുന്നു, അതിന് താഴെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെ ശക്തമാക്കുന്നു. അപ്പോൾ 1725ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ഈ അഹമ്മദാബാദിലെ AICC സമ്മേളനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിർണായകമാണ്. ഒന്ന്, അത് അതിൻ്റെ രാഷ്ട്രീയ നയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. രണ്ട്, ആ സംഘടന ഇനി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ റോഡ് മാപ്പും ഉണ്ടാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു സമ്മേളനമായി അഹമ്മദാബാദ് സമ്മേളനം അടയാളപ്പെടുത്തപ്പെടും. അതിൻ്റേതായ രാഷ്ട്രീയ ഫലങ്ങൾ നിശ്ചയമായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ.